ഹലോ. ഇന്നത്തേത് ഒരു കുട്ടി ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഡെയിലി വ്ളോഗെന്നോ ട്രാവൽ വ്ളോഗെന്നോ എങ്ങനെ വേണോ ആക്ച്വലി ഇതിനെ വിശേഷിപ്പിക്കാം. സത്യം പറഞ്ഞാൽ സാറ്റർഡേയ്സ് ആൻഡ് സൺഡേയ്സ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചൊരു ഫ്രീ കിട്ടുന്ന 2 ദിവസങ്ങളെന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാഴാക്കി കളയാറില്ല. എവിടെയെങ്കിലുമൊക്കെ പോവുക, എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, അതൊക്കെ പതിവാണ് കേട്ടോ. പക്ഷെ ബാംഗ്ലൂർ വന്നതിന് ശേഷം തൊട്ടടുത്തുള്ള നമ്മുടെ മൈസൂർ സിറ്റിയിലേക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. ഏകദേശം ഞങ്ങൾ നിൽക്കുന്ന അവിടെ നിന്ന് ഒരു 100 കിലോമീറ്ററിന് താഴെ തന്നെയുള്ളൊരു ഡിസ്റ്റൻസ്. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന പാടെ നമ്മുടെ കാറ് നമ്മുടെ മൈസൂർ പാലസിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള സ്ഥലത്ത് ഞങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നേരെ നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് പോവാണ് കേട്ടോ. വേറൊന്നുമല്ല, സത്യം പറഞ്ഞാൽ കാറും കൊണ്ട് നമ്മുടെ മെയിൻ എൻട്രൻസിൽ പോയാൽ തിരക്കൊക്കെ കാരണം ജസ്റ്റ് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. തിരക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. നേരെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ച ഒരു കുട്ടി ഹോട്ടലിലേക്ക് കയറി. അപ്പം ഇവർ ജസ്റ്റ് ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഞാനൊരു വടയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങിയാൽ ഭയങ്കര വിശപ്പാണല്ലോ. പക്ഷേ വടയിൽ സത്യം പറഞ്ഞാൽ നിന്നില്ല. പിന്നെ ഞാനൊരു നെയ് റോസ്റ്റൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോഴത്തേക്കും ഒരു കുട്ടി മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒതുങ്ങുന്ന അതുവരെ ഞങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നേരെ നമ്മൾ എൻട്രൻസിലോട്ട് പോവാണ്. അവിടെ ചെന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ തിരക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര വലിയ തിരക്കും കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റിൽ നമ്മൾ അവിടെ കയറിയപ്പോൾ സമയത്ത് കുറേ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും എടുക്കാനൊക്കെ ആ ഒരു സാവകാശവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ തിരക്കെന്ന് പറയുന്നത് നമുക്ക് ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് വെയേഴ്സ് നമുക്ക് അവിടെ ജസ്റ്റ് കൊടുത്തിട്ടേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കുറേ സമയം എടുത്തു കേട്ടോ. കുറേ സമയം വെയിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ജസ്റ്റ് ഫുഡ് വെയേഴ്സൊക്കെ അവിടെ വെച്ചിട്ട് കയറാനുള്ളൊരിത് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ മൈസൂർ പാലസിൽ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്. ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോലെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെയോ കണ്ട പോലെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചേട്ടനൊക്കെ ഇവിടെ ആദ്യമായിട്ടാട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും കുറേ പോർട്രേറ്റ്സ്, അതായത് പണ്ടത്തെ രാജാക്കന്മാരുടെയും അവരുടെ ആ ഒരു തലമുറകളുടെയൊക്കെ എന്തൊക്കെയൊക്കെ ഫോട്ടോസൊക്കെ കണ്ടു. പക്ഷേ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അവിടുത്തെ ഗൈഡ് നമുക്ക് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ കുറേ മൊമെൻറ്റോസും കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സിൽവർ ചെയർ ആണ് കേട്ടോ. അത് കണ്ടു, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സിൽവർ മിറർ, അത് അങ്ങനത്തെ കുറേയൊക്കെ കണ്ടു. പിന്നെ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയൊരു സംഭവമാണ് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഈ കാണുന്ന സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ആനയുടെ 2 സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുണ്ടായി. ഒറിജിനൽ ആണെന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ അത് അടിപൊളിയായിട്ട് തോന്നി. ഇതെന്ന് പറയുന്നത് ഒറിജിനൽ ഗോൾഡ്, അതായത് സുവർണ ഹൗഡ എന്നാണ് ഇതിനെ പറയുന്നത്. ഒറിജിനൽ ഗോൾഡ് ആണ് കേട്ടോ. അതൊക്കെ ഭയങ്കര കാണാൻ തന്നെ ഭയങ്കര ഭയങ്കര സംഭവമായിട്ട് തോന്നി. പിന്നെ എനിക്കിതിനകത്തൊരു മിസ്സിങ് ആയിട്ട് തോന്നിയത്, ഞാൻ അന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ടിപ്പു സുൽത്താൻ്റെ വാളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത്തവണ പോയപ്പം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമുക്കൊന്നും ടിപ്പു സുൽത്താൻ്റെ ആ ഒരു ഏരിയ തന്നെ ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പാലസ് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ അവിടുത്തെ സെക്യൂരിറ്റീസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു സംഭവം ഉണ്ടായിരുന്നു. കോവിഡ് സമയത്ത് ഇതിനെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വാളും കാര്യങ്ങളൊക്കെ ഇവർ മ്യൂസിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം ഇതുവരെ ഇവർ ബാക്ക് ടു നമ്മുടെ ഈ ഒരു പാലസിൻ്റെ അകത്ത് ആ ഒരു ടിപ്പു സുൽത്താൻ്റെ വാളും കാര്യങ്ങളും ഒന്നും കൊണ്ടുവച്ചിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ പോയാലും നിങ്ങൾക്ക് അങ്ങനെ വാളും കാര്യങ്ങളൊന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്നത് നമ്മുടെ മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള പായ് വിസ്ത എന്ന് പറയുന്നൊരു ഹോട്ടലിലേക്കാണ്. അവിടെ അവരുടെ ഒരു 3rd ഫ്ലോറോ 4th ഫ്ലോറോ അവിടെ അവർക്കൊരു കേവ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. സംഭവം ഇതായിരുന്നു ആ ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ടിപ്പിക്കൽ ഒരു കേവില്ലേ, കേവിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ കിട്ടുന്ന ആ ഒരു ആംബിയൻസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കുറച്ച് ഡാർക്കായിരുന്നു എങ്കിൽ പോലും ഒരു വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇരുട്ടാണ് കംപ്ലീറ്റ് ആയിട്ട്. ആ ഒരു ഇരുട്ടത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലാണ്. ബട്ട് കിട്ടുന്ന ഒരു ആംബിയൻസ് വേറൊരു വൈബ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഹൈദരാബാദി സ്റ്റൈൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തെ ഫേമസ് എന്ന് കേട്ടു. അപ്പം ഞങ്ങൾ എന്തായാലും ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തന്നെ വാങ്ങാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷേ പിന്നെ മെനു ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചു നോക്കി. സ്റ്റിൽ അവസാനം ഹൈദരാബാദി ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. അവർ തന്നെ നമുക്ക് സെർവും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള റൈത്തയും പിക്കിളൊക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഡ്രിങ്ക്സ് ആയിട്ട് മൊയ്റ്റോസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ. നേരെ നമ്മൾ തിരിച്ച് ബാക്ക് ടു പോവാണ്. അപ്പം അത്രയ്ക്ക് തന്നെയുള്ളൂ. ബൈ, ടേക്ക് കെയർ.